മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട കേസ് സിബിഐക്ക് കൈമാറണമെന്ന് ബിജെപി. മതമാറ്റ കൊലയെന്നാരോപിച്ച് നാളെ ഹരിപ്പാട് ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിക്കും. കൊലപാതകത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിയായിരുന്ന സാവരിയ ബസന്താണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. കേസിൽ സഹപാഠിയും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയുമായ സദറുൽ അനമിനെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നാട്ടിലെത്തിച്ച മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തു. പെൺകുട്ടിയുടെ തലയ്ക്ക് പിന്നിലും ശരീരം മുഴുവനും മർദ്ദനമേറ്റ പാടുകളുണ്ട്, നട്ടെല്ലിന് പൊട്ടലും. അച്ഛന്റെ പരാതിയിൽ ഹരിപ്പാട് പോലീസ് കേസെടുത്തു. സദറുൽ അനമിനെതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. മറ്റൊരു രാജ്യത്ത് നടന്ന കുറ്റകൃത്യമായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബന്ധുക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ കേസ് സംസ്ഥാന സർക്കാർ CBIക്ക് കൈമാറണമെന്നാണ് BJPയുടെ ആവശ്യം. ഈ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സംസ്ഥാന മന്ത്രിസഭ അടിയന്തരമായി ഈ കേസ് CBIക്ക് കൈമാറണം. കാരണം നമുക്കറിയാം, ഇന്റർപോളിൻ്റെ കൗണ്ടർ ഏജൻസി ഇവിടെ CBI ആണ്. ഇന്റർപോളുമായി സഹകരിച്ച് അന്താരാഷ്ട്ര തലങ്ങളിൽ ഇതിനെ അന്വേഷിക്കാൻ പറ്റുന്ന ഇന്ത്യൻ ഏജൻസി എന്നുള്ളത് CBI ആണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസ് CBIക്ക് കൈമാറണം. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടു. സാവരിയെ മതം മാറാൻ സദറുൽ അനം നിർബന്ധിച്ചിരുന്നുവെന്നും അത് പെൺകുട്ടി എതിർത്തിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. എന്നു മാത്രമല്ല, കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുൻപേ പെൺകുട്ടി സദറുൽ അനമിന്റെ തടവിലായിരുന്നു എന്ന സംശയവും അവർക്കുണ്ട്. ഞാൻ അവിടെ ചെന്നപാട് തന്നെ എൻ്റെ ഓഫീസ് വന്നു. അതായത് ഞാൻ രാവിലെ ചെന്ന് കോളേജിലുള്ള കാര്യങ്ങളായിട്ട് സംസാരിച്ചു. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് അവർ കോംപ്രമൈസ് നടക്കില്ലേ എന്ന് ചോദിച്ചവർ വന്നു. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംശയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. അവിടെ നല്ലോണം അത് കേസ് ഒതുക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നുണ്ട്. കൊലപാതകത്തിൽ സ്വമേധയാ കേസെടുത്ത ദേശീയ വനിതാ കമ്മീഷൻ ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.